Hello dear students, welcomes all of you. So magnetism and matter എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫസ്റ്റ് ടോപ്പിക് വരുന്നത് ദാറ്റ് ഈസ് കറന്റ് ലൂപ്പ് ആസ് എ മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. സോ എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം. സോ കുറച്ച് ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തതാണ്, പഠിച്ചതാണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ ഈസ് B equal to mu 0 I a square divided by 2r cube. Moreover, അതിൽ ഈ a സ്ക്വയറും അതുപോലെ തന്നെ താഴത്ത് വരുന്ന r ക്യൂബും അതിലേക്കൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. സോ അങ്ങനെ വി വിൽ ഗെറ്റ് b ഈക്വൽ ടു mu 0 by 4 pi ഇൻറ്റു 2ia ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. അങ്ങനെയും നമുക്ക് എന്തെഴുതാം, ബിയുടെ ഇക്വേഷൻ മാറ്റി എഴുതാം. മോർ ഓവർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു 1/4 ആപ്സിലോൺ 0 ഇൻറ്റു 2p ബൈ ആർ ക്യൂബ്. സോ ഇങ്ങനെ ഇക്വേഷൻസ് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഈ ഐ എ എന്ന് പറയുന്ന ടേം, ഇവിടെ നമുക്ക് കിട്ടുന്ന കറൻറ്റ് ഇൻറ്റു ഏരിയ എന്ന് പറയുന്ന ടേമിനെ നമുക്ക് എന്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? കറൻറ്റ് ഇൻറ്റു ഏരിയ എന്ന് പറയുന്ന ടേം ആണ് ആക്ച്വലി മാഗ്നറ്റിക് മൊമെൻ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. സി സ്റ്റുഡൻസ്, നമ്മൾ ഈ ഇക്വേഷൻസ് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ദർ ഈസ് എ പി, ദർ ഈസ് വി ഹാവ് ഐ എ ഹിയർ. ബാക്കിയുള്ള രണ്ട് ടേമുകളും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ ടേംസുകളും സിമിലർ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിലേഷൻ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് അങ്ങനെ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ സോ നമുക്ക് വരുന്നത് ഈ ഐ എ എന്ന് പറയുന്ന ടേമിനെ നമുക്ക് എന്താക്കിയിട്ട് കൺസിഡർ ചെയ്യാം? മാഗ്നറ്റിക് മൊമെൻ്റ് ആക്കിയിട്ട് കൺസിഡർ ചെയ്യാം. സോ ആ ഒരു കോൺസെപ്റ്റ് എല്ലാവരും ഓർത്ത് വയ്ക്കുക. അങ്ങനെയെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ടോപ്പിക്കിൽ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ അത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലുമുണ്ട്, അതുപോലെ തന്നെ മാഗ്നറ്റിസത്തിലുമുണ്ട്. സോ അതിനെ എല്ലാം കൂടി ഞാനൊരു സിംഗിൾ സ്ലൈഡിലേക്ക് കൊണ്ടുവന്നതാണ്. സോ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സോ എല്ലാവരും ഈ ഇക്വേഷൻസ് എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. സോ ഇതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഫ്രീ സ്പേസ് കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമുക്കത് 1/ε0 എന്നെഴുതാം. ലൈക്ക് മാഗ്നറ്റിസത്തിൽ അത് mu 0 എന്ന് പറയുന്ന ടോപ്പിക്കായിട്ടാണ് എടുക്കുന്നത്. ആഫ്റ്റർ രണ്ടാമത്തത് ഡൈപോൾ മൊമെൻ്റ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് വെക്റ്റർ പി, സ്മോൾ ലെറ്റർ പി ആണ് പഠിച്ചിട്ടുള്ളത്. ഹിയർ വി ക്യാൻ സി എം എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ മൊമെൻ്റത്തെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആഫ്റ്റർ ആക്സിയൽ ഫീൽഡിൻ്റെ ഇക്വേഷനാണ് 2p ബൈ ആർ ക്യൂബ് എന്ന് പറയും. സോ മാഗ്നറ്റിക് ഫീൽഡ് ആകുമ്പോൾ അത് 2m ബൈ ആർ ക്യൂബ് എന്ന് പറയും. മോർ ഓവർ ദ നെക്സ്റ്റ് വൺ ഈസ് ഇക്വറ്റോറിയലത്തിൽ -1/4 πε0 p ബൈ ആർ ക്യൂബ് എന്നെഴുതും. ഹിയർ വി ക്യാൻ സേ ഇറ്റ് വിൽ ബി m പൈ ആർ ക്യൂബ് എന്നെഴുതും. ലൈക്ക് ദാറ്റ് ദ ടോർക്ക് കൊടുത്തിട്ടുണ്ട് പി ക്രോസ് ഇ ആണ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൽ ദാറ്റ് ഈസ് m ക്രോസ് ബി എന്നാണ് അതിൻ്റെ ഇക്വേഷൻസ് വരുന്നത്. പൊട്ടൻഷ്യൽ എനർജിയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ -p.E ആണ്. മാഗ്നറ്റിസത്തിൽ അത് വരുന്നത് m.b ആണ്. സോ ഇങ്ങനെ ഇലക്ട്രോസ്റ്റാറ്റിക്സിലും അതുപോലെ തന്നെ മാഗ്നറ്റിസം ആൻഡ് മാറ്ററിലും അതുപോലെ മാഗ്നറ്റിസം മൂവിങ് ചാർജസിലും പഠിച്ചിട്ടുള്ള എല്ലാ ഇക്വേഷൻസിലേക്കും ഒരു സിംഗിൾ ഫ്രെയിമിലേക്ക് ഞാൻ കൊണ്ടുവന്നതാണ്. സോ ഈ ഇക്വേഷൻസ് നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. അതിൽ യാതൊരുവിധ സംശയവും നമുക്കില്ല. സോ എല്ലാവരും ഈ ഇക്വേഷൻസ് നോട്ട് ചെയ്യണം, എല്ലാവരും ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ടോപ്പിക്ക് പറയുന്നത് അതായത് കറൻറ്റ് അല്ലേ, ഒരു ഡൈപോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഡൈപോളിനെ ബേസ് ചെയ്തിട്ട് ഒരു ലൈക്ക് ഇക്വലൻ്റ് കറൻറ്റ് അതുപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കൊക്കെയാണ് നമ്മളിതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ദർ ഈസ് ഒരു ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോൺ എന്ന് പറയുന്നൊരു സർക്കുലാർ ഫോമിൽ അത് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതിൻ്റെ വെലോസിറ്റി v എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻഗുലാർ മൊമെൻറ്റ് L എന്നും ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റും മോഷനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ
ഇക്വലൻ്റ് കറൻറ്റിൻ്റെ ബേസിക് ഡെഫിനിഷൻ നമ്മൾ പഠിച്ചതാണ്. കറൻറ്റ് മീൻസ് വാട്ട് ഈസ് കറൻറ്റ് ആക്ച്വലി? കറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് Q by T അല്ലേ. കറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ഇക്വേഷൻ വരുന്നത് ചാർജിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കറൻറ്റ് എന്ന് വിളിക്കുക. സോ ഈ Q എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ ഇലക്ട്രിക് അല്ലെങ്കിൽ ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് അല്ലേ. അപ്പോൾ ക്യൂവിന് പകരമായി ഇൻസ്റ്റെഡ് ഓഫ് Q വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ചാർജ് E എന്ന് കൊടുക്കുകയാണെങ്കിൽ ദ ഇക്വേഷൻ വിൽ ബി എങ്ങനെ എഴുതും? E by T എന്ന് എഴുതും. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെലോസിറ്റിയുടെ ടേമിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി. ഒരു സർക്കുലാർ മോഷനിലാവുന്ന ഇലക്ട്രോണിൻ്റെ കേസിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഈസ് 2πr എന്നെഴുതാം. സോ അതുകൊണ്ടാണ് ടൈമിനെ നമ്മൾ 2πr/v എന്ന് എഴുതിയിട്ടുള്ളത്. ആഫ്റ്റർ അതിനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ദറ്റ് ഈസ് EV/2πr എന്ന് വരും. where E is the charge of an electron, V is the velocity or speed of the electron, 2π is the constant and R is the ഈ ഒരു സർക്കുലാർ മോഷൻ ആണല്ലോ അല്ലേ, അതിൻ്റെ റേഡിയസും എന്ന് വരും. സോ അങ്ങനെയെങ്കിൽ ഈ ഒരു ഇക്വേഷനെ നമ്മൾ ജസ്റ്റ് അടുത്തത് മോഡിഫൈ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളത് കറൻറ്റ് ഇൻറ്റു ഏരിയ എന്നാണ്. വാട്ട് ഈസ് ദ ഇക്വേഷൻ? കറൻറ്റ് ഇൻറ്റു ഏരിയ എന്നാണ് നമ്മളതിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളത്. സോ ഇവിടെ കറൻറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് EV/2πr. ഏരിയ എന്ന് പറയുമ്പോൾ അല്ലേ πr² എന്നുള്ളതാണ് ഇതിൻ്റെ സർക്കുലാർ ഫോം അല്ലെങ്കിൽ സർക്കിളിൻ്റെ വരുന്നത്. സോ ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് πr² എന്ന് എഴുതാം. അതിന് അറേഞ്ച്മെൻറ്റ് നടത്തുമ്പോൾ μL = നമുക്ക് കിട്ടുന്നത് എന്താ? EVr/2 എന്ന് കിട്ടും. ഞാനതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. ആഫ്റ്റർ എഗെയിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൻഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ. ദറ്റ് ഈസ് നത്തിങ് ബട്ട് ലീനിയർ മൊമെൻറ്റത്തിനെ അതിനെ ഒരു ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതിനെയാണ് ആൻഗുലാർ മൊമെൻറ്റം എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ വിളിക്കുന്നത്. സോ ആ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് L = m × v × r. m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മാസ് ഓഫ് ദി ഇലക്ട്രോൺ, v ഈസ് ദ വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ ആൻഡ് r ഈസ് ദ റേഡിയസ് എന്ന് വരും. ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതും. സോ ആൻഗുലാർ മൊമെൻറ്റത്തിനും മോർ ഓവർ മാഗ്നറ്റിക് മൊമെൻറ്റത്തിനും 2 ഇക്വേഷൻ കിട്ടുകയും ആ 2 ഇക്വേഷൻസ് നമ്മൾ 1/2 ഡിവൈഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഫൈനലി ആ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് എന്താണ്? E/2me എന്ന് കിട്ടും. അതായത് ഇത് രണ്ടിലെയും എല്ലാ ടേംസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസലേഷൻ നടത്താൻ പറ്റും. അങ്ങനെ ഇക്വേഷൻ എന്തായിട്ട് വരും? E/2me എന്ന് വരും. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ ആണ്. 2 എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. സോ വാല്യൂസ് കൊടുത്ത് അത് എന്ത് ചെയ്യാം? നമുക്ക് സിംപ്ലിഫിക്കേഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നറിയോ? 8.8 × 10⁸ കൂളം പെർ കിലോഗ്രാം എന്ന് കിട്ടും. ഈ ഒരു റേഷ്യോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, ദർ ഈസ് വൺ ഫിഗർ വി ഹാവ്. ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു സർക്കിളിലൂടെ മൂവ് ചെയ്യുന്നു. അങ്ങനെ 2 മാഗ്നറ്റിക് മൊമെൻറ്റുകളെ ഇക്വേറ്റ് ചെയ്യുന്നു അല്ലേ. ഡിവൈഡ് ചെയ്ത് നമുക്ക് ഒരു ഇക്വേഷൻസ് കിട്ടുന്നു. ഫൈനലി ആ കിട്ടുന്ന നമ്പർ 8.8 × some 10⁻10 എന്നുള്ളതാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഈ ഒരു റേഷ്യോനെയാണ് നമ്മൾ ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ എന്ന് വിളിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൺസെപ്റ്റാണ്. സോ എല്ലാവർക്കും ആ ഒരു നമ്പറും അതുപോലെ തന്നെ ആ കിട്ടുന്ന റേഷ്യോയുമൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇക്വേഷൻ 1/2 ഡിവൈഡ് ചെയ്യുന്ന ടൈമിൽ കിട്ടുന്ന ആ ഒരു ടേമാണ് E/2me എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ബാക്കി പാർട്ടിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നെക്സ്റ്റ് ഇതിൽ വരുന്ന വീണ്ടും നമ്മൾ പറഞ്ഞു അല്ലേ, ഓൾറെഡി മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ E/2me ആണെന്ന് പറഞ്ഞു. ദെൻ ബോർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, കെമിസ്ട്രി എന്ന് പറയുന്ന അതിലെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് L = NH/2π എന്ന് പറയുന്നൊരു ടേം. സോ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ Lന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? അതായത് Lന് പകരം NH/2π എന്ന് വരും. സോ ഈ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ഇവിടെ E/2me ഓൾറെഡി നമുക്കുണ്ട് അല്ലേ. ഇവിടെ ഒരു E കാണാൻ നിങ്ങൾക്ക് E ഉണ്ട്. E എന്ന് പറയുന്ന ഒരു ടേം കാണാം. E എന്ന് പറയുന്ന ഒരു ടേം അവിടെ ഉണ്ട്.
അതുപോലെ 2me ഉണ്ട്. എല്ലിന് പകരമായിട്ട് നമുക്ക് ആരെ കൊടുക്കാം? NH/2π. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസറാണ് μl = NEH/4πme എന്ന് കിട്ടും. അങ്ങനെ എന്നിന് ഞാൻ 1 എന്ന് വെക്കുന്ന വാല്യൂ, എന്നിന് ഞാൻ കൊടുക്കുന്ന വാല്യൂ എത്രയാണെന്നറിയോ? 1 ആണ് കേട്ടോ. അപ്പോൾ എല്ലിന് 1 എന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ, അതായത് ഇവിടെ E എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്, H എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്, 4 കോൺസ്റ്റൻ്റ് ആണ്, പൈ കോൺസ്റ്റൻ്റ് ആണ്, Me എന്ന് പറയുന്നത് മാസ് ഓഫ് ദി ഇലക്ട്രോൺ ആണ്, അതും കോൺസ്റ്റൻ്റ് ആണ്. സോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വാല്യൂസ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ടേമാണ്, ടെക്നിക്കൽ ടേമാണ് μb എന്ന് വിളിക്കുന്നു. ഇറ്റ് ഈസ് നോൺ ആസ് ബോർ മാഗ്നറ്റോൺ. അപ്പോൾ തൊട്ട് മുമ്പ് കിട്ടിയ NEH/4πme എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനിൽ എന്നിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേമിനെയാണ് നമ്മൾ ബോർ മാഗ്നറ്റോൺ എന്ന് വിളിക്കുന്നത്. അതായത് ഇയുടെ വാല്യൂ 1.6 × 10⁻⁻19 ആണ്. H പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്, 6.634 × 10⁻34 ആണ്. ദെൻ 4 കോൺസ്റ്റൻ്റ് ആണ്, പൈ കോൺസ്റ്റൻ്റ് ആണ്, 22/7 അല്ലെങ്കിൽ 3.14 ആണ്. Me എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്, ദാറ്റ് ഈസ് 9.1 × 10⁻31 ആണ്. ഇങ്ങനെ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫൈനലി ബോർ മാഗ്നറ്റിൻ്റെ ആൻസർ വരുന്നത് 9.27 × 10⁻⁻24 ആംപിയർ/മീറ്റർ² എന്നാണ്. പറയുന്നത് ക്ലിയർ ആണോ? സോ ഈ ഒരു ബോർ മാഗ്നറ്റും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നൊരു കോൺസെപ്റ്റാണ്. സോ എല്ലാ സ്റ്റുഡൻസിനും ഈ പറഞ്ഞ കോൺസെപ്റ്റുകൾ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ബാക്കി പാർട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മാഗ്നറ്റ് സോളിനോയിഡിന് സിമിലർ ആണ് എന്ന് പറയാം. ബാർ മാഗ്നറ്റിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, അതിന് 2 പോൾസ് ഉണ്ട് അല്ലേ? ഒന്ന് നോർത്ത് പോളാണ്, മറ്റൊന്ന് സൗത്ത് പോളാണ്. അപ്പോൾ ഈ ഒരു ബാർ മാഗ്നറ്റ് ഒരു സോളിനോയിഡിന് സിമിലർ ആണ്, ഈക്വൽ ആണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എടുക്കുമ്പോൾ അല്ലേ, ഇപ്പോൾ 2 പോൾസ് ആണുള്ളത്, ഒന്ന് നോർത്ത് പോളും മറ്റൊന്ന് സൗത്ത് പോളും. നോർത്തിൽ നിന്ന് ഫീൽഡ് ലൈൻസ് തുടങ്ങുകയും അത് എൻഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും? സൗത്തിലായിരിക്കും അല്ലേ? എൻഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും? സൗത്തിലായിരിക്കും. നോർത്തിൽ നിന്ന് തുടങ്ങി എവിടെ എൻഡ് ചെയ്യുന്നു? സൗത്തിലാണ് ലൈൻസ് ഓഫ് ഫോഴ്സ് എൻഡ് ചെയ്യുക, ഔട്ട്സൈഡ് ദ ബാർ മാഗ്നറ്റ്. ഇൻസൈഡ് ദ ബാർ മാഗ്നറ്റ് ആണെങ്കിൽ അത് സൗത്തിൽ നിന്ന് തുടങ്ങി നോർത്തിൽ അവസാനിക്കുന്നു. That is the correct explanation of the field lines movement, right? Am I correct? So ഇവിടെ എപ്പോഴും ഓർത്ത് വയ്ക്കുക, ബാർ മാഗ്നറ്റ് എന്തിനോട് ഈക്വലൻ്റ് ആണ്? സോളിനോയിഡിന്. അതായത് സോളിനോയിഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കോപ്പർ വയർ അല്ലെങ്കിൽ ചെമ്പ് കമ്പികൾ ചുറ്റിയെടുക്കുക, ഒരു അല്ലേ സ്ഫെറിക് ഹെലിക്കൽ ഷേപ്പിലൊക്കെ ചുറ്റിയെടുക്കുന്നതിനെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് വിളിക്കുന്നത്. Am I correct? അപ്പോൾ സോളിനോയിഡിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും നേച്ചേഴ്സും എല്ലാം ആരും കാണിക്കുന്നുണ്ട്? ബാർ മാഗ്നറ്റ് കാണിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ലൈക്ക് ഒരു സോളിനോയിഡ് വെച്ചുകൊണ്ട് നമുക്ക് ടെമ്പററി ആയിട്ട് ഇലക്ട്രിസിറ്റിയൊക്കെ പ്രൊഡക്ഷൻ നടക്കും. അത് ബാർ മാഗ്നറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ബാർ മാഗ്നറ്റ് അല്ലേ, ഒരു ലൈക്ക് നമ്മൾ ആക്ടിവിറ്റിയൊക്കെ പഠിക്കുന്നുണ്ട് EMIയിൽ. സോ പറഞ്ഞു വന്നത് സോളിനോയിഡും ബാർ മാഗ്നറ്റും സിമിലർ ആണ്. അതുപോലെ തന്നെ യു ക്യാൻ സീ ഹിയർ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ മൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിൽ അവസാനിക്കുന്നു. അതുപോലെ തന്നെ താഴെയും അതിന് നേരെ നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിൽ അവസാനിക്കുന്നു, ഔട്ട്സൈഡ് ദി ബാർ മാഗ്നറ്റ്. ഇൻസൈഡ് ദ ബാർ മാഗ്നറ്റ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റും. ഓക്കെ, സോ ആ ഒരു ലൈക്ക് ടോപ്പിക് ഉണ്ട്. ബാർ മാഗ്നറ്റ് സോളിനോയിഡിനെ പോലെ തന്നെ പ്രവർത്തിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സ്ലൈഡ് കൊണ്ട് നമ്മൾ മീൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സോളിനോയിഡ് ആസ് ആൻ ഇക്വലൻറ്റ് ബാർ മാഗ്നറ്റ്. അങ്ങനെയും നമുക്ക് പറയാം. സോളിനോയിഡ് എന്ന് പറയുന്നത് എന്തിന് സിമിലർ ആയിരിക്കും? ഒരു ബാർ മാഗ്നറ്റിന് സിമിലർ ആയിരിക്കും. പ്രീവിയസ്ലി തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ്? സോളിനോയിഡിനോട് ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ചും വൈസ് വേഴ്സ ആയിക്കൂടെ? സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനോട് ഈക്വൽ ആവണം? ബാർ മാഗ്നറ്റിനോട് ഈക്വൽ ആവണം. സി, ഈ ഒരു സോളിനോയിഡിനെ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ചെറിയ ചെറിയ പീസസ് ആക്കി ഞാൻ മാറ്റുകയാണെങ്കിൽ എനിക്കിതാ ഇതുപോലെ ചെറിയ ചെറിയ ടൈനി ബാർ മാഗ്നറ്റിനെ പോലെ
ആക്ട് ചെയ്യുന്ന നമ്പർ ഓഫ് സോളിനോയിഡ് പാർട്ട് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതായത് അതിൽ നോർത്ത് പോൾ ഉണ്ടാകും, സൗത്ത് പോൾ ഉണ്ടാകും, നോർത്ത് പോൾ ഉണ്ടാകും, സൗത്ത് പോൾ ഉണ്ടാകും, അങ്ങനെ എല്ലാ പോൾസുകളും എനിക്കിതിൽ കിട്ടുന്നു. അപ്പോൾ ഒരു സോളിനോയിഡ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഒരു ബാർ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്നു. നേരെ തിരിച്ചും രണ്ട് കോൺസെപ്റ്റ് നമ്മൾ ഓർത്ത് വെക്കണം. എപ്പോഴും ഓർത്ത് വെക്കുക, ഒരു ബാർ മാഗ്നറ്റ് അല്ലെങ്കിൽ സോളിനോയിഡിൻ്റെ പോൾസ് അത് മോണോപോളായിട്ട് ആക്ട് ചെയ്യില്ല. അതായത് wherever be a north pole then there is a south pole also. ഒരു നോർത്ത് പോളിന് സിമിലർ ആയിട്ട് എന്തുകൂടി ഉണ്ടാകുന്നു? ഒരു സൗത്ത് പോൾ കൂടി അവിടെ ഉണ്ടാകുന്നു. വളരെ എളുപ്പമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള പാർട്സ് മാത്രമേ തിയറി വൈസ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുള്ളൂ. സോ ഇതും നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ബാർ മാഗ്നറ്റ് സോളിനോയിഡായിട്ടും സോളിനോയിഡ് ബാർ മാഗ്നറ്റായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് എ കോൺസെപ്റ്റ്. അതായത് ഒരു ബാർ മാഗ്നറ്റ് നിങ്ങളിങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് നോർത്തും സൗത്തും ഡയറക്ഷനും തരുന്നുണ്ടെങ്കിൽ ഒരു സോളിനോയിഡ് നമുക്ക് അങ്ങനെയായിട്ട് ആക്ട് ചെയ്യാം, അങ്ങനെയായിട്ട് യൂസ് ചെയ്യാം. അതൊരു ടെമ്പററി മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്ന ആ മൊമെൻറ്റിൽ ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. പറഞ്ഞത് ക്ലിയർ ആണോ? സോ അങ്ങനെയുള്ള കോൺസെപ്റ്റ്, അത് രണ്ടിൻ്റെയും സ്വഭാവങ്ങൾ, ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സിമിലറാക്കി കൺസിഡർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു പാർട്ടിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ പറഞ്ഞു തന്ന കോൺസെപ്റ്റുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത പാർട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നെക്സ്റ്റ് വരുന്നത് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. ഓൾറെഡി മൈ ഡിയർ സ്റ്റുഡൻസ്, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മളെല്ലാവരും അല്ലേ, നിങ്ങളെല്ലാവരും പഠിച്ചതാണ്, വളരെ ക്ലിയറായി നിങ്ങൾ പഠിച്ചതാണ് ഗോസസ് ലോനെ കുറിച്ച് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ അല്ലേ. വെക്റ്റർ EdS ഈക്വൽ ടു Q/ε0 അല്ലെങ്കിൽ 1/ε0 ടൈംസ് ദ ചാർജ് എൻക്ലോസ്ഡ് ഫ്ലക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. ഫ്ലക്സ് ഈക്വൽ ടു Q/ε0. സോ എന്താണ് മാഗ്നറ്റിസം എന്ന് പറയുന്ന, അല്ലെങ്കിൽ മാഗ്നറ്റിസം ആൻഡ് മൂവിങ് ചാർജസ്, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്താണ് ഗോസസ് ലോ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നമ്മുടെ കോൺസെപ്റ്റ് ഒരു സർഫേസിൽ ഉണ്ടാവുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതായത് കോൺസെപ്റ്റ് വരുന്നത് ഇതാണ്, വെക്റ്റർ B.dA. ഓക്കെ, B.dA ഈക്വൽ ടു 0 എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മാഗ്നറ്റിസത്തിൽ ഗോസസ് ലോ പറയുന്നത്. അതായത് നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫേസ് ഈസ് ഈക്വൽ ടു 0. ദ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫേസ് ഈസ് ഈക്വൽ ടു 0. വെരി ഈസിലി you can keep in mind that concept. Okay, integral vector B dot vector dA അല്ലെങ്കിൽ vector B dot vector ds equal to 0. അത് മനസ്സിലാക്കാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഇത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുള്ളൂ. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതുകയാണെങ്കിൽ ദ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫേസ് ഈസ് ഈക്വൽ ടു 0. അത് കംപ്ലീറ്റ് ആയിട്ട് വാനിഷ് ചെയ്തു പോകുന്നു. ദർ ഈസ് നോ വാല്യൂ അറ്റ് ഓൾ. ദാറ്റ് ഈസ് എ കോൺസെപ്റ്റ് ഓഫ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. ഓക്കെ ആണെന്ന് കരുതുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദ എർത്ത് അല്ലേ. സോ എർത്ത് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് 10⁻⁻⁴ ടെസ്ല എന്ന് പറയുന്ന വാല്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു പക്ഷേ മേ ബി ലോവർ ക്ലാസ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ എർത്ത് എന്ന് പറയുന്ന അതൊരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്പർ ഓഫ് ടെക്നിക്കൽ ടേംസ് അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ടേംസ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മനസ്സിലാക്കിയെടുക്കണം. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫസ്റ്റ് കോൺസെപ്റ്റാണ് ജോഗ്രഫിക് ആക്സിസ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ടോപ്പിക്? ജോഗ്രഫിക് ആക്സിസ്. അപ്പോൾ എല്ലാവരും റെഡി ആവും കേട്ടോ. ഒന്നാമത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ജോഗ്രഫിക് ആക്സിസ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ടോപ്പിക്? ജോഗ്രഫിക് ആക്സിസ്. സോ ഫിഗറിൽ നിങ്ങൾക്ക് ഇതാ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ, ഒരു നോർത്ത് സൗത്ത് മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. ദെൻ അതിൽ മാഗ്നറ്റിക് സൗത്ത് പോൾ എന്ന് കൊടുത്തിട്ടുണ്ട്, ജോഗ്രഫിക് സൗത്ത് പോൾ എന്ന് കൊടുത്തിട്ടുണ്ട്. മാഗ്നറ്റിക് ആക്സിസ് ഉണ്ട്, മാഗ്നറ്റിക് നോർത്ത് പോൾ, ജോഗ്രഫിക് ആക്സിസ്, ജോഗ്രഫിക് നോർത്ത് പോൾ. ഇങ്ങനെ എല്ലാ മീൻസ് ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓരോ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു ടേംസ് ആണ് ഇവിടെ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ദ ഫസ്റ്റ് ടോപ്പിക് ഈസ് ജോഗ്രഫിക് ആക്സിസ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ടോപ്പിക്? ജോഗ്രഫിക് ആക്സിസ്. അപ്പോൾ ഹൗ വി ക്യാൻ ഡിഫൈൻ ദ ജോഗ്രഫിക് ആക്സിസ്, അതാണ് ഞാൻ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ദ സ്ട്രൈറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ ജോഗ്രഫിക്കൽ നോർത്ത് ആൻഡ് സൗത്ത് പോൾ. ദ സ്ട്രൈറ്റ് ലൈൻ that passing through the geographic north and south pole. The straight line
that passing through the geographic north and south pole, that is the term, or we can call it as geographic axis. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഒരു സ്ട്രൈറ്റ് ലൈന് ജോഗ്രഫിക്കൽ നോർത്ത് പോളും എർത്തിൻ്റെ ജോഗ്രഫിക്കൽ നോർത്ത് പോളും സൗത്ത് പോളുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്നത് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് ജോഗ്രഫിക് ആക്സിസ്. ഗോട്ട് ഇറ്റ്? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടേം. നമ്പർ 2, മാഗ്നറ്റിക് ആക്സിസ്. പേരിൽ തന്നെ ഉണ്ട് അല്ലേ, അതും ഒരു ആക്സിസ് ആണ്. സോ മാഗ്നറ്റിക് ആക്സിസ് എന്ന് പറയുമ്പോൾ ദ സ്ട്രൈറ്റ് ലൈൻ ജോയിനിങ് ദ 2 പോൾസ് ഓഫ് എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിൻ്റെ 2 പോൾ, എർത്തിൻ്റെ അല്ല, മാഗ്നറ്റിൻ്റെ 2 പോൾ. സോ സ്ട്രൈറ്റ് ലൈൻ ജോയിനിങ് ദ 2 poles of a magnet, we can call it as magnetic axis. The third one is magnetic equator. It is a great circle on the, അതൊരു സർക്കിൾ ഫോമിലാണ്. It is the great circle on the earth perpendicular to the magnetic axis. Earth perpendicular to the magnetic axis. It is a great circle. അതൊരു സർക്കിൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ it is a great circle, that is the circle on the earth perpendicular to the magnetic axis. Great circle എവിടെ? On the earth perpendicular to the magnetic axis. ഇപ്പോൾ ഇവിടെ we can see the circles different forms നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. സോ ആ സർക്കിൾ നമ്മൾ വരയ്ക്കുന്നത് എന്തിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നാണ് പറയുന്നത്? they are saying perpendicular to the magnetic axis. സോ ഒരു സർക്കിൾ ആയിരിക്കും perpendicular to the magnetic axis. That is what is magnetic equator. Definitions important ആണ്, പഠിച്ചു വെക്കണം. Okay, then magnetic meridian. It is the vertical plane. It is the vertical plane passing through the magnetic axis. ഒരു vertical plane ആണ്, അത് മാഗ്നറ്റിക് ആക്സിസിലൂടെ പാസ് ചെയ്യുന്നു. എങ്ങനെ? ആക്സിസ് ഓഫ് എ ഫ്രീലി സസ്പെൻഡഡ് സ്മോൾ മാഗ്നറ്റ്. ഒരു ഫ്രീലി സസ്പെൻഡഡ് ആയിട്ടുള്ള സ്മോൾ മാഗ്നറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ പറഞ്ഞു വന്നത് ടോപ്പിക്ക് മാഗ്നറ്റിക് മെറിഡിയൻ ആണ്. ദ വെർട്ടിക്കൽ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ വെർട്ടിക്കൽ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ മാഗ്നറ്റിക് ആക്സിസ് ഓഫ് എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ ടേം മാഗ്നറ്റിക് മെറിഡിയൻ. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ജിയോഗ്രഫിക് മെറിഡിയൻ. അഗെയിൻ ദ വെർട്ടിക്കൽ plane passing through the geographic north and the geographic north and the geographic south pole is called geographic meridian. സോ ഇത്രയും ടെക്നിക്കൽ ടേംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഫിനിഷൻ വൈസ് നിങ്ങൾ അത് ബൈ ഹാർട്ട് ചെയ്യണം. എക്സാംസിന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഡയറക്റ്റ് ആയിട്ട് എഴുതേണ്ടേ. സോ അതിന് വേണ്ടിയിട്ടാണ് ടെക്നിക്കൽ ടേംസ് പറഞ്ഞത്. ഈ ഒരു ഫിഗറും കൂടി വരച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക്ക് പെർഫെക്റ്റ് ആണ്. സോ അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത് അടുത്ത ടോപ്പിക്കിൽ പറയാൻ പോകുന്നത് എലമെൻറ്റ്സ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. എർത്ത് മാഗ്നറ്റിക് ഫീൽഡിന് കുറേ അധികം കുറച്ചുകൂടി ടെക്നിക്കൽ ടേംസ് നമ്മൾ എല്ലാവരും ഓർത്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതെല്ലാം ടെക്നിക്കൽ ടേംസ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. വാട്ട് ഈസ് ദ ഫസ്റ്റ് ടോപ്പിക്? മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. ഇൻ ദ ഫിഗർ യു ക്യാൻ സീ ദർ ഈസ് സം ആംഗിൾ ഡെൽറ്റ. ഒരു നോർത്ത് സൗത്ത് ബാർ മാഗ്നറ്റ് അത് ഈ ഒരു പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ നോർമലിൽ നിന്ന് കുറച്ച് ടേൺ ചെയ്തിട്ടുണ്ട്. എത്ര ആംഗിളിൽ? ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ആംഗിളിലാണ് അത് അല്ലേ അതിനൊരു ഡീവിയേഷൻ സംഭവിച്ചിട്ടുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ ഡെഫിനിഷൻ എന്താ പറയുന്നത് നോക്കൂ. ഇറ്റ് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ ജോഗ്രഫിക് ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ. അതായത് മാഗ്നറ്റിൻ്റെ അകത്ത് പോകുന്ന ആ ഒരു ലൈന് വരയ്ക്കുന്നതിനും കൂടാതെ ജോഗ്രഫിക് എന്ന് പറയുന്ന ഈ ഒരു നോർമലിനും തമ്മിലുള്ള ഇടയിൽ വരുന്ന ആംഗിളിനെ ഡെൽറ്റ എന്ന് പറയുന്ന ലെറ്റർ വെച്ചുകൊണ്ട് വി ക്യാൻ റെപ്രസെൻറ്റ്. Moreover, it is called magnetic declination. The angle is delta here. That's all. Very easy topic. കൂടുതൽ കോംപ്ലിക്കേഷൻ ആയിട്ടൊന്നും അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ. ദെൻ നമ്പർ 2, the second definition is angle of dip or magnetic inclination. That is the topic. Again, there is one figure you can see. ഇവിടെ നിങ്ങൾക്ക് കാണാം ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ കാണാം. ഓക്കെ.
എന്താണ് ഇവിടെ ആംഗിൾ കൊടുത്തിട്ടുള്ളത്? ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ആംഗിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇതാണ് ഡെൽറ്റ. സോ ഈ ഡെൽറ്റ എന്ന് പറയുന്ന ആംഗിളിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ ഓർ ഡിപ്പ് എന്ന് വിളിക്കുന്നത്. ഡെഫിനിഷൻ വൈസ് പറയുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ദ ആംഗിൾ മെയ്ഡ് വിത്ത് ദ ഹൊറിസോണ്ടൽ ബൈ ദ എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഇറ്റ് ഈസ് ദ ആംഗിൾ മെയ്ഡ് വിത്ത് ദ ഹൊറിസോണ്ടൽ. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, എക്സ് ആക്സുമായിട്ട് എക്സ് ആക്സ് പോലെ വരച്ചു വെക്കുന്ന സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകുന്ന ഒരു പാർട്ടിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റുമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്, റിലേറ്റ് ചെയ്യാൻ കഴിയുന്നത്. സോ it is the angle made with the horizontal by the earth's magnetic field lines. അപ്പോൾ എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഹൊറിസോണ്ടലുമായി ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് വി ക്യാൻ കോൾ ഇറ്റ് ആസ്, ദാറ്റ് ഈസ് ദ ടോപ്പിക് വാട്ട്, ആംഗിൾ ഓഫ് ഡിപ്പ് ഓർ മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ. ഇവിടെ ഡെൽറ്റ എന്ന് പറയുന്ന ഗ്രീക്ക് ലെറ്റർ വെച്ചുകൊണ്ട് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ രണ്ട് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. നമ്പർ 1 ഈസ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ആൻഡ് നമ്പർ 2 ഈസ് ആംഗിൾ ഓഫ് ഡിപ്പ് ഓർ മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ. സോ അതും കൂടുതൽ കോംപ്ലിക്കേഷൻ ആയിട്ടൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഒരു ഇക്വേഷൻ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വയ്ക്കുക, ആ ഒരു ഫിഗറും ഓർത്ത് വയ്ക്കുക. ഓക്കെ, അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പാർട്ടും ഓക്കെയാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പോകുന്നു അടുത്ത ടോപ്പിക്കിലേക്ക്. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് വരുന്നത് ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ, വീണ്ടും കുറച്ചുകൂടി ടെക്നിക്കൽ ടേംസ് നിങ്ങൾ ഓർത്ത് വെക്കണം. That is first one, horizontal component of Earth's magnetic field. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ അതിനു വേണ്ടി ജനറലൈസ് ചെയ്തിട്ടുള്ള ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ എച്ച് ആണ്. വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വി ആണ് അല്ലേ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന ആ ഒരു ടേമിൻ്റെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആണ്. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് വൺ ഈസ് ബി എച്ച് ആൻഡ് അതർ വൺ ഈസ് ബി വി. ബി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ ഹൊറിസോണ്ടൽ എന്ന് പറയാം, ബി വി എന്ന് പറയുമ്പോൾ വെർട്ടിക്കലായിട്ടും മാറും. സോ എങ്ങനെയാണ് ബി എച്ചിൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്, എങ്ങനെ നമുക്ക് ബി എച്ച് എഴുതാം, എങ്ങനെ ബി വി എഴുതാം എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ നോക്കൂ, ബി എച്ചിൻ്റെ ഇക്വേഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ബി എച്ച് ഈക്വൽ ടു ബി കോസ് ഡെൽറ്റ. ഓൾറെഡി ഡെൽറ്റ നമ്മൾ പറഞ്ഞതായിരുന്നു ബിഫോർ, ഇവിടെയും കാണിച്ചിട്ടുണ്ട്, ഫിഗറിൽ ഡെൽറ്റ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ബി എച്ച് എന്ന് പറയുമ്പോൾ ഇക്വേഷൻ വരുന്നത് എന്താണ്, ബി കോസ് ഡെൽറ്റ. അത് ബി വി ആണെങ്കിൽ ബി സൈൻ ഡെൽറ്റ എന്ന് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ദ ഫസ്റ്റ് ടൈം ഈസ് ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റിൽ ബി എച്ച് ഈക്വൽ ടു ബി കോസ് ഡെൽറ്റ. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കണം, ഈ ഡെൽറ്റയ്ക്ക് ഡിഫറെൻ്റ് വാല്യൂസ് അസ്യൂം ചെയ്യാം. അപ്പോൾ ഡെൽറ്റ എന്ന് പറയുന്ന ആ ഒരു ആംഗിളിന് ഞാൻ 0 എടുത്തു എന്ന് വെച്ചോ, അതായത് ഇക്വേറ്റർ എന്ന് പറയുന്ന പാർട്ടിൽ ഡെൽറ്റയുടെ വാല്യൂ 0 ആയിരിക്കും. ഇക്വേറ്ററിൽ ഡെൽറ്റ എന്തായിരിക്കും, 0 ആയിരിക്കും. സോ ഇക്വേറ്ററിൽ ഡെൽറ്റ 0 ആയിരിക്കുന്ന സമയത്ത് ബി എച്ച് എന്ന് പറയുമ്പോൾ ബി കോസ് 0 എന്ന് വരും. ബി കോസ് 0 എന്ന് പറഞ്ഞാൽ കോസ് 0യുടെ വാല്യൂ ട്രിഗണോമെട്രി നമ്മൾ പഠിച്ചിട്ടുള്ളത് 1 ആണ്. സോ അതിവിടെ കോസ് ലൈക്ക് ബി ഇൻറ്റു 1 എന്ന് വരും. സോ ഫൈനലി ആൻസർ കിട്ടുന്നത് എന്താ, ബി ആണ്. ഓക്കെ, ഇക്വേറ്ററിൻ്റെ കേസിൽ. ആഫ്റ്റർ വി ഹാവ് പോളിൽ. പോൾ എന്ന് പറയുമ്പോൾ അവിടെ ഡെൽറ്റയുടെ വാല്യൂ 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ്. സോ 90 ഡിഗ്രി ആകുമ്പോൾ നമുക്കറിയാം ബി എച്ച് ഈക്വൽ ടു ബി കോസ് 90 വരും. കോസ് 90 എന്ന് പറയുന്ന ട്രിഗണോമെട്രി റേഷ്യോ അല്ലെങ്കിൽ വാല്യൂ വരുന്നത് എത്രയാണ്, 0 ആണ്. സോ ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിന് ആൻസർ നിങ്ങൾ കൊടുക്കേണ്ടത് 0 ആണ്. അപ്പോൾ രണ്ട് കോൺസെപ്റ്റ് ഓർത്ത് വയ്ക്കുക, ബി എച്ച് ഈക്വൽ ടു ബി കോസ് ഡെൽറ്റ. കോസ് ഡെൽറ്റയുടെ വാല്യൂസ് ഒന്ന് ഇക്വേറ്ററിൻ്റെ കേസിൽ 0 ഡിഗ്രി, അതർ വൺ പോളിൻ്റെ കേസിൽ 90 ഡിഗ്രി. ഓക്കെ, സോ ഇത്രയും പറഞ്ഞതോടുകൂടി ഈ ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിനെ കുറിച്ചുള്ള പറഞ്ഞിട്ടുള്ള പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവർക്കും ഈ ഒരു പാർട്ട് ക്ലിയറായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നന്നായിട്ട് റിവൈസ് ചെയ്യാം. ദെൻ അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം, കണ്ടുമുട്ടാം. അപ്പോൾ അതുവരേക്കും ബായ്, താങ്ക് യു.